Okay, dear students, today we are going to discuss the module 2, that is process costing. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കാദ്യം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ചില മാനുഫാക്ചറിങ് കൺസേൺസിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് പല പ്രോസസ്സുകളിലൂടെ ആയിരിക്കും. ഓരോ പ്രോസസ്സും ഓരോ കോസ്റ്റ് യൂണിറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് മെക്കാനിസമാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒന്നിലധികം പ്രോസസ്സുകൾ കാണും. ഓരോ പ്രോസസ്സും ഓരോ സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റാണ്, അഥവാ ഓരോ പ്രോസസ്സിനും ഓരോ പ്രോസസ്സ് അക്കൗണ്ട് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ ഒരു സംവിധാനമാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അഥവാ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് തൊട്ടടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിരിക്കും. അഥവാ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇൻപുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കം ദ റോ മെറ്റീരിയൽ ഓഫ് നെക്സ്റ്റ് പ്രോസസ്സ്. അഥവാ പ്രോസസ് 1 കഴിയുമ്പോൾ നമ്മൾ പ്രോസസ് 2 അക്കൗണ്ട് ചെയ്യും. പ്രോസസ് 2ൻ്റെ റിസൾട്ട് പ്രോസസ് 3 അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അഥവാ നെക്സ്റ്റ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ അറിയാം, ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ പല സ്റ്റേജസ് ഓപ്പറേറ്റഡ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ മാത്രമേ പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ഈച്ച് പ്രോസസ്സ്. നമ്മൾ പറഞ്ഞതുപോലെ ഓരോ പ്രോസസ്സും ഓരോ അക്കൗണ്ടായിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. ദെൻ ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നോർമൽ ലോസും അബ്നോർമൽ ലോസും ഉണ്ടാവും. അതിനുവേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ടുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എൻറ്ററിം കോസ്റ്റ് കാൽക്കുലേഷൻ. ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നമുക്ക് കോസ്റ്റിൻ്റെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അഥവാ ഓരോ പ്രോസസ്സ് കഴിയുന്തോറും എത്രയായി എക്സ്പെൻസ് എന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ എവിടെയാണ് കോസ്റ്റ് കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യമെങ്കിൽ കോസ്റ്റ് കൺട്രോൾ, അതുപോലെ തന്നെ റിഡക്ഷൻ ആൻഡ് പ്രസൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അഥവാ കോസ്റ്റ് നമുക്ക് ഏതൊരു പ്രോസസ്സിലാണ് കോസ്റ്റ് കൂടുതൽ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് മാനേജ്മെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കാനും പറ്റും. അതാണ് കോസ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ഈസി അലോക്കേഷൻ ഓഫ് എക്സ്പെൻസസ്. അഥവാ എക്സ്പെൻസുകൾ ഏതൊരു പ്രോസസ്സിലാണ് കൂടുതൽ വരുന്നതെന്നും ഏതൊരു പ്രോസസ്സിലാണ് ഓരോ എക്സ്പെൻസുകൾ വരുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ദെൻ പ്രൈസ് കൊട്ടേഷൻ മെയ്ഡ് ഈസി. അഥവാ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരോട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് വിശദമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനും അതിൻ്റെ കൊട്ടേഷൻ നമുക്ക് ബിസിനസ് സ്ഥാപനത്തിന് നൽകാനും സാധിക്കും. ഓരോ പ്രോസസ്സിനും എത്ര കോസ്റ്റ് ആകുമെന്ന് വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. കാരണം ഓരോ പ്രോസസ്സിൻ്റെയും കണക്കുകൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നതാണ്. സോ നെക്സ്റ്റ്, ഇതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയറാണ്. ഫസ്റ്റ് വൺ, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പല ആക്ടിവിറ്റീസായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. ഡിവിഷൻ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ഓരോ ആക്ടിവിറ്റിയും ഓരോ പ്രോസസ്സായിരിക്കും. സെക്കൻഡ് വൺ, അക്യുമുലേഷൻ ഓഫ് കോസ്റ്റ് ഫോർ ഈച്ച് പ്രോസസ് ആൻഡ് സെപ്പറേറ്റ് അക്കൗണ്ട്. ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ തന്നെ ഫൈനലി എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അഥവാ ഇവിടെ ചെയ്യുന്നത് ഓരോ പ്രോസസ്സും ഓരോ അക്കൗണ്ടിലൂടെയാണ് നമ്മൾ കാണിക്കുന്നത്. ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ആ അക്കൗണ്ടിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് തൊട്ടടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശത്തിലോട്ട് കടക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രോസസ് അക്കൗണ്ട് നമുക്ക് നോക്കാം. തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഒരു നോമിനൽ അക്കൗണ്ടാണ്. അഥവാ എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ കാണിക്കും, ഇൻകവും ലോസുകളുമെല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, സോ ഇവിടെ ഫോർമാറ്റ് നോക്കുമ്പോൾ അറിയാം, ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ എക്സ്പെൻസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം തന്നെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. അവിടെ കോസ്റ്റ് പെർ യൂണിറ്റ്, എമൗണ്ട് എന്നുള്ള ക്ലാസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസ് നെക്സ്റ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട്. ദെൻ ഇല്ലസ്ട്രേഷൻ 1 നമുക്ക് നോക്കാം. The manufacture of a product requires two distinct process 1 and process 2. അപ്പോൾ 2 പ്രോസസ്സുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഓൺ കംപ്ലീഷൻ ദ പ്രോഡക്റ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് 2 ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ ആ പ്രോസസ്സ് അവിടെ അവസാനിക്കുന്നുണ്ട്. ഓക്കെ, the following related to the product for a particular period. So
ഓരോ പ്രോസസ്സിൻ്റെയും എലമെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലേബർ, എക്സ്പെൻസ്, ഓവർ ഹെഡ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നുള്ള ആ ഒരു എക്സ്പെൻസ് മാത്രം തന്നിട്ടില്ല. കാരണം നമുക്കറിയാം ഏതൊരു കോസ്റ്റ് ഷീറ്റ് നമ്മൾ വരയ്ക്കുമ്പോഴും ഫസ്റ്റ് ബേസിക്കായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എക്സ്പെൻസാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. കാരണം മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. സോ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. 1000 യൂണിറ്റ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് പ്രോസസ് 1 അറ്റ് ₹8 പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രോസസ് 1നെ സംബന്ധിച്ചിടത്തോളം 1000 യൂണിറ്റ് ₹8 നിരക്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. There was no stock of raw materials or work in progress either at the beginning or at the end of the period. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ദെൻ 1000 യൂണിറ്റ്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വെയർ ഒബ്റ്റൈൻഡ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടും കിട്ടിയിരിക്കുന്നത് 1000 യൂണിറ്റ്സ് തന്നെയാണ്. അഥവാ ഇവിടെ ലോസുകളൊന്നും സംഭവിച്ചിട്ടില്ല. അഥവാ നമ്മൾ 1000 യൂണിറ്റ് തന്നെയാണ് അവിടെ മെറ്റീരിയൽ കൊടുത്തതെങ്കിൽ 1000 യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് തന്നെ നമുക്ക് തിരിച്ചും കിട്ടുന്നുണ്ട്. അഥവാ ലോസ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെ നോക്കാം. സോ പ്രോസസ് 1 അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നിരിക്കുന്ന മെറ്റീരിയൽസ് 1000 യൂണിറ്റ്സ് അറ്റ് ₹8 പെർ യൂണിറ്റ് നൽകിയിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഡെബിറ്റ് സൈഡിൽ ആദ്യത്തെ എക്സ്പെൻസ് മെറ്റീരിയൽ കാണിച്ചു. 1000 യൂണിറ്റ് ₹8 നിരക്കിൽ 8000. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രോസസ് 1ന് നൽകിയിരിക്കുന്ന എക്സ്പെൻസുകൾ ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം തന്നെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. സോ മെറ്റീരിയൽ ഒരു എക്സ്പെൻസാണ്. കാരണം ആ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന മെറ്റീരിയലാണ്. സോ ആ ഒരു മെറ്റീരിയലും എക്സ്പെൻസ് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ബാലൻസ് ആണ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അഥവാ നോക്കുക, അവിടെ ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ കോസ്റ്റ് ₹20,000 ആയിട്ടുണ്ട്. യൂണിറ്റ് 1000 തന്നെയാണ്. അതുതന്നെയാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, ബാലൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പ്രോസസ് 1 അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് നോക്കുക, അവിടെ ₹20,000 1000 യൂണിറ്റ് തന്നെയാണ്. അഥവാ നമ്മൾ ഈ ഒരു ബാലൻസിനെ, ഈ ഒരു റിസൾട്ടിനെ അടുത്ത പ്രോസസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു പ്രോസസ് 1 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെറ്റീരിയലിൻ്റെ വാല്യൂ ₹8 ആയിരുന്നു ആസ് പെർ ദ ക്വസ്റ്റ്യൻ. എന്നാൽ ഇത്രയും എക്സ്പെൻസുകൾ കഴിഞ്ഞതിന് ശേഷം ഈ മെറ്റീരിയലിൻ്റെ വാല്യൂ മൊത്തത്തിൽ ₹20,000 ആയിട്ടുണ്ട് 1000 യൂണിറ്റിന്. അഥവാ 20,000-നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് ₹20 നിരക്കിലായിട്ടുണ്ട്. അഥവാ നമ്മൾ പ്രോസസ് 2 പോകുമ്പോൾ, പ്രോസസ് 2 അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ ഈ 1000 യൂണിറ്റ് ₹20 നിരക്കിലുള്ള മെറ്റീരിയൽസാണ് കാണിക്കേണ്ടത്. അപ്പോൾ പ്രോസസ് 2 എല്ലാവരും നോക്കുക. സോ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതാണ്, പ്രോസസ് 1ൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതാണ് കാണിച്ചിരിക്കുന്നത്. 1000 യൂണിറ്റ് ₹20 നിരക്കിൽ ₹20,000. ദെൻ ക്വസ്റ്റ്യനിൽ പറയുന്ന എലമെൻറ്റ് ഓഫ് കോസ്റ്റുകൾ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, അതെല്ലാമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ബാലൻസും നമുക്ക് കിട്ടി. അഥവാ ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പോൾ ₹33,000 വരുന്നുണ്ട്. 1000 യൂണിറ്റ് തന്നെയാണ്. അഥവാ ഒരു യൂണിറ്റിന് ₹33 നിരക്കിലായിട്ടുണ്ട് പ്രോസസ് 2 കഴിഞ്ഞതിന് ശേഷമുള്ള പെർ യൂണിറ്റ് വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പ്രോസസ് 2 കൂടി പ്രൊഡക്ഷൻ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഒരു പ്രോസസ് അക്കൗണ്ടിലോട്ടല്ല, അടുത്തത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെയും ക്രെഡിറ്റ് സൈഡിൽ നിന്ന് പ്രോസസ് 2 അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വെരി ബേസിക്കാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോർമൽ ലോസും അബ്നോർമൽ ലോസുമാണ്. ഓക്കെ, ഈ സെഷനിൽ നമ്മൾ അതും കൂടെയാണ് പഠിക്കാൻ പോകുന്നത്. ദെൻ നോർമൽ ലോസ്, നോർമൽ അഥവാ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ലോസ്. ദാറ്റ് മീൻസ് നോർമലായിട്ട് സംഭവിക്കും, അഥവാ ഉറപ്പാണ്, നമുക്കൊരിക്കലും അത് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തന്നെ നോർമൽ ലോസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഡെത്ത്, മരണത്തെ നമ്മൾ പൊതുവായിട്ട് കാണുന്നൊരു കാര്യമാണ്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തന്നെ നമ്മൾ നോർമലായിട്ട് കാണുന്നത്. ഓക്കെ, സോ നോർമൽ ലോസ് അൺഅവോയ്ഡബിൾ ലോസ് ആണ് ഡ്യൂ ടു ഇൻഹെറൻറ്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽസ്. അഥവാ ചില മെറ്റീരിയൽസിൻ്റെ സ്വഭാവം വെച്ചിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ലോസാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ നോർമൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഇൻറ്റു എക്സ്പെക്റ്റഡ് പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജാണ് നമ്മൾ ലോസ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇല്ലസ്ട്രേഷൻ 2 നോക്കാം. എ പ്രോഡക്റ്റ് passes through different process to completion. 1000 units are introduced to process 1 at a cost of ₹20 per unit. സോ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം കൊടുക്കേണ്ട മെറ്റീരിയലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1000 യൂണിറ്റാണ് ₹20 നിരക്കിൽ. സോ ₹20,000. മറ്റ് എക്സ്പെൻസുകളാണ് നെക്സ്റ്റ് പറയുന്നത്. ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഫോർ ദ പ്രോസസ് വെയർ ₹7,000 and ₹3,000 റെസ്പെക്റ്റീവ്ലി. ഓവർ ഹെഡ് എക്സ്പെൻസസ് എമൗണ്ടഡ് ₹2,000. സോ മറ്റ് എക്സ്പെൻസുകളാണ്
ഡെബിറ്റ് സൈഡിൽ പ്രോസസ് 1 അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട മറ്റ് എക്സ്പെൻസുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ പ്രോസസ് 1 അക്കൗണ്ട് എല്ലാവർക്കും നോക്കാം. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ്, ക്വസ്റ്റ്യൻ്റെ നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. പാസ്റ്റ് എക്സ്പീരിയൻസ് ഷോസ് ദാറ്റ് 10% ഓഫ് ദ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ പ്രോസസ് വുഡ് ലോസ് നോർമലി. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 10% നോർമൽ ലോസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അഥവാ ഇവിടെ 1000 യൂണിറ്റ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തതെങ്കിൽ അതിൻ്റെ 10% അഥവാ 100 യൂണിറ്റ് ലോസ് എന്തായാലും സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വൽ പ്രൊഡക്ഷൻ വാസ് 900 യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് 1000 യൂണിറ്റിൽ നിന്ന് അതിൻ്റെ 10% ലോസ് സംഭവിച്ചാൽ 100 യൂണിറ്റ് പോകും. ബാക്കി 900 യൂണിറ്റ് തന്നെയാണ് പ്രൊഡക്ഷൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യൂണിറ്റ്സ് ലോസ്റ്റ് റിയലൈസ്ഡ് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ₹6 പെർ യൂണിറ്റ്. അഥവാ ലോസ് സംഭവിച്ച നോർമൽ ലോസ് സംഭവിച്ച യൂണിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ₹6 വെച്ച് അതിൽ നിന്ന് റിയലൈസ്ഡ് വാല്യൂ കിട്ടും. അഥവാ ₹6 നമുക്ക് അത് വിറ്റ് കഴിഞ്ഞാൽ, ഈ ലോസ് സംഭവിച്ച യൂണിറ്റ്സ് വിറ്റ് കഴിഞ്ഞാൽ ₹6 നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അത് ഇൻകമാണ്. സോ നമുക്കതിവിടെ കാണിക്കാം ക്രെഡിറ്റ് സൈഡിൽ, പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാവുന്നതാണ്. ഓക്കെ, സോ പ്രോസസ് അക്കൗണ്ട് നോക്കുക. അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആ നോർമൽ ലോസ് കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ലോസുകളെല്ലാം കാണിക്കുന്നത് ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ്, നോമിനൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച സമയത്ത് അവിടെ ലോസ് ബൈ ഫയർ ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിലും നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോസസ് 1 അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസ് കാണിച്ചിട്ടുണ്ട് 1000ൻ്റെ 10%, അഥവാ 100 യൂണിറ്റ്. അവിടെ നമുക്ക് റിയലൈസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് ₹6 നിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ₹600 റിയലൈസ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, സോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ഫിഗർ വരുന്നത് നമുക്കറിയാം. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ 32,000 ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ ₹600 ഉണ്ട്. സോ 32,000 നിന്നും 600 പോയാൽ ബാക്കി 31,400, അഥവാ ബാലൻസിങ് ഫിഗറാണ് 31,400. ഇനി അവിടെ റിമെയിൻ ചെയ്യുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് 900 യൂണിറ്റ്സ് ആണ്. കാരണം 100 യൂണിറ്റ്സ് ലോസ് സംഭവിച്ചു. മാത്രമല്ല ഫൈനൽ പ്രൊഡക്ഷൻ 900 യൂണിറ്റ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിറ്റ്സിൻ്റെ സ്ഥാനത്ത് 900 തന്നെ നമ്മൾ കാണിച്ചാൽ മതി. സോ 31,400നെ 900 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആയ ₹34.89 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മളൊരു നോർമൽ ലോസ് അക്കൗണ്ടൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പ്രോസസ് 1 അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നോർമൽ ലോസ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ അഥവാ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ അക്കൗണ്ടിൻ്റെ പേര് അഥവാ പ്രോസസ് 1 എന്നുള്ള ആ അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ കാണിക്കും. നമുക്ക് ഈ ഒരു 100 യൂണിറ്റിന് ₹600 കിട്ടുന്നതാണ്. കാരണം എന്താണ്, നമ്മൾ ആ 100 യൂണിറ്റ് വിൽക്കുമ്പോഴാണ് ₹6 നിരക്കിൽ നമുക്ക് എമൗണ്ട് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അഥവാ ക്രെഡിറ്റ് സൈഡിൽ നമ്മളത് ബാങ്ക് എന്നോ ക്യാഷ് എന്നോ പറഞ്ഞ് കാണിച്ചാൽ മതി. കാരണം ക്യാഷ് നമുക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി നീഡ് ടു ഡിസ്കസ് ദ അബ്നോർമൽ ലോസ്. ഓക്കെ, അബ്നോർമൽ ലോസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നോർമൽ ലോസ് കണക്കല്ല, നോർമൽ ലോസിൻ്റെ ഓപ്പോസിറ്റാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അഥവാ എന്താ അബ്നോർമൽ ലോസ്? നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ലോസാണ്. അഥവാ നോർമൽ അല്ല, നമ്മുടെ ചില മിസ്റ്റേക്കുകൾ കാരണം ഉണ്ടാകുന്ന ലോസാണ്. അവോയ്ഡബിൾ ആയിരുന്നു, അഥവാ ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു ഒരുപക്ഷെ നമ്മുടെ ചില മിസ്റ്റേക്കുകൾ കൊണ്ട് ഉണ്ടാകുന്ന ലോസാണ് അബ്നോർമൽ ലോസ്. സോ അബ്നോർമൽ ലോസ് ഈസ് ആൻ അവോയ്ഡബിൾ ഓർ ആക്സിഡൻ്റൽ ലോസ് which occur due to the abnormal reasons like standard materials, carelessness of workers, machinery breakdown. അപ്പോൾ മെറ്റീരിയലിൻ്റെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ, അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ കെയർലെസ്, ഇങ്ങനെയുള്ള പല റീസൺസ് കൊണ്ടാണ് അബ്നോർമൽ ലോസ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ഈ അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നോക്കുക, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. ശ്രദ്ധിക്കണം, നമ്മൾ ഒരു 1000 യൂണിറ്റ് മെറ്റീരിയൽ കൊടുത്തു. നോർമൽ ലോസായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 100 യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 100 യൂണിറ്റ് പോയതിന് ശേഷം ബാക്കിയൊരു 900 യൂണിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്നതിനെയാണ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പക്ഷേ 900 നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ അബ്നോർമൽ ലോസ് സംഭവിച്ചു എന്നുള്ളതാണ്. അഥവാ നമുക്കൊരു 800 കിട്ടിയതെങ്കിൽ ആ 900 നിന്ന് 800 കുറച്ചാൽ നമുക്ക് മനസ്സിലാവും 100 യൂണിറ്റ് എന്ന് പറയുന്നത് അബ്നോർമൽ ലോസാണ്. സോ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 900-ഉം ആക്ച്വൽ ഔട്ട്പുട്ട് ഇപ്പോൾ 800-ഉമാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് 100. ഓക്കെ, ദെൻ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. നോർമൽ ഇൻപുട്ടായ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണോ, അഥവാ ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ്സ് എത്രയാണോ, അതിൽ നോർമൽ ലോസ് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്. ഓക്കെ,
ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ഇക്വേഷൻ നിങ്ങൾ നോക്കണം. എമൗണ്ട് ഓഫ് അബ്നോർമൽ ലോസ് ഈസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. അഥവാ നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ നോർമൽ ലോസ് കഴിഞ്ഞതിന് ശേഷമുള്ള കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എത്രയാണോ അത്രയും ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ്. അഥവാ എത്ര യൂണിറ്റിലാണ് അബ്നോർമൽ ലോസ് സംഭവിച്ചത് എന്നത് കൊടുക്കുമ്പോഴാണ് നമുക്ക് അബ്നോർമൽ ലോസിന് കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് നോർമൽ ലോസ് കഴിഞ്ഞതിന് ശേഷമുള്ള കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ലോസ് പോയതിന് ശേഷമുള്ള യൂണിറ്റ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1000 യൂണിറ്റ് ആണെങ്കിൽ 1000 യൂണിറ്റിൻ്റെ 100 ആണ് നോർമൽ ലോസ് എങ്കിൽ 900 യൂണിറ്റ് തന്നെയാണെന്ന് പറയുന്നത് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ കിട്ടുന്ന ഔട്ട്പുട്ട് അതാണ്. അപ്പോൾ ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. നോർമൽ കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ നോർമൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റിൽ നിന്നും നോർമൽ ലോസ് കുറച്ചതിന് ശേഷം അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് കുറച്ചതിന് ശേഷമുള്ളത്. അതുപോലെ തന്നെ നോർമൽ ഓർ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻപുട്ട് യൂണിറ്റ് മൈനസ് നോർമൽ ഓർ എക്സ്പെക്റ്റഡ് ലോസ് ഓഫ് യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ടോട്ടൽ ഇൻപുട്ട് അതിൽ എത്രയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോസ് അഥവാ നോർമൽ ലോസ് അത് കുറച്ചതിന് ശേഷമുള്ള യൂണിറ്റ്സ് ആണ് നോർമൽ ഓർ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. തൊട്ട് മുകളിൽ എല്ലാവരും പ്രോസസ് 1 അക്കൗണ്ട് നോക്കുക. ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ പ്രോസസ് 1 അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് 32,000 ആണ്. നോർമൽ ലോസ് ആയ 600 രൂപ കഴിഞ്ഞതിന് ശേഷം ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് 31,400 ആണ്. അഥവാ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 31,400 ആണ്. കാരണം 600 രൂപയുടെ ലോസ് സംഭവിക്കും. അതിന് ശേഷമുള്ളത് 31,400 തന്നെയാണ്. ദെൻ നോർമൽ ലോസ് പോയതിന് ശേഷമുള്ള യൂണിറ്റ്സ് എത്രയാണ്? പ്രോസസ് 1 അക്കൗണ്ടിൽ തീർച്ചയായും അത് 900 ആണ്. അതാണ് നോർമൽ ഓർ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ അബ്നോർമൽ ലോസിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഇല്ലസ്ട്രേഷൻ 3 എല്ലാവരും നോക്കുക. 1000 units of raw material were introduced to process X at 10 per unit. അപ്പോൾ 1000 യൂണിറ്റ് പ്രോസസ് എക്സും പ്രോസസ് വൈയും ഉണ്ടായിരിക്കും. അതാണ് പ്രോസസ് എക്സ് എന്ന് വന്നിരിക്കുന്നത്. സോ 1000 യൂണിറ്റ് റോ മെറ്റീരിയലാണ് അവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് 10 രൂപ നിരക്കിൽ. സോ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും 1000 യൂണിറ്റും. പ്രോസസ് എക്സ് അക്കൗണ്ട് എല്ലാവരും നോക്കുക. 1000 യൂണിറ്റ് 10 രൂപ നിരക്കിൽ 10,000. ദെൻ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും 3,000ഉം 2,000ഉം അവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കുക. പാസ്റ്റ് എക്സ്പീരിയൻസ് ഷോസ് ദാറ്റ് 10% ഓഫ് ദ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ടു ദ പ്രോസസ് ആർ നോർമലി ലോസ്റ്റ് വിച്ച് പോസസസ് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് 6 per unit. അപ്പോൾ നോർമലായിട്ട് അവിടെ ലോസ് സംഭവിക്കും, 10% ലോസ് സംഭവിക്കും. അതിൽ നിന്ന് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ഒരു യൂണിറ്റിന് 6 രൂപ നിരക്കിൽ കിട്ടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. സോ 1000 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 1000 യൂണിറ്റ് ആണ്. അതിൻ്റെ 10% ആയ 100 യൂണിറ്റ് നോർമൽ ലോസ് സംഭവിക്കും. സോ പ്രോസസ് എക്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് 100 × 6. കാരണം സ്ക്രാപ്പ് വാല്യൂ നമുക്ക് കിട്ടുന്നത് അഥവാ ആ 100 യൂണിറ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 രൂപയാണ്. 6 രൂപ വെച്ചിട്ടാണ്, ഒരു യൂണിറ്റിന് 6 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് 600 രൂപ കിട്ടുന്നുണ്ട്. സോ നോർമൽ ലോസ് ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ അത് കാണിച്ചിട്ടുണ്ട്. സോ ആക്ച്വലി ഇവിടെ 1000 യൂണിറ്റ് ഉണ്ടായിരുന്നു. 1000 യൂണിറ്റ് നമ്മൾ കൊടുത്തു. നോർമൽ ലോസ് 10% സംഭവിക്കും എന്ന് നമുക്കറിയാം. അതിനുശേഷം 900 നമുക്ക് കിട്ടേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് വായിക്കാം. സെക്കൻഡ് പാരഗ്രാഫ്, സെക്കൻഡ് സെൻറ്റൻസ്. ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഫ്രം ദ പ്രോസസ് വെയർ ഓൺലി 850 യൂണിറ്റ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് വൈ. എന്നാൽ 900 യൂണിറ്റ് നമുക്കവിടെ കിട്ടിയില്ല, 850 യൂണിറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം 50 യൂണിറ്റ് എന്ത് സംഭവിച്ചു? അബ്നോർമൽ ലോസ് സംഭവിച്ചു എന്നുള്ളതാണ്. സോ അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടി 50 രൂപയാണ്. എന്നാൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അഥവാ ഈ 50 രൂപയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു 50 എന്ന് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ നോർമൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കുക. എല്ലാവരും ഞാൻ പറയുന്ന പോലെ നോക്കുക. പ്രോസസ് എക്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ 15,000 ആണ്, 15,000 ആണ്. അഥവാ 15,000 രൂപയാണ്. അതിൽ നോർമൽ ലോസായ 600 രൂപ പോയതിന് ശേഷം ബാക്കിയുള്ളത് എത്രയാണ്? 15,000-ൽ നിന്ന് 600 രൂപ പോയതിന് ശേഷം 14,400 ആണ് നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. 14,400 ഡിവൈഡഡ് ബൈ, ഇനി നോർമൽ യൂണിറ്റ്സ്
മൊത്തം 1000 യൂണിറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോർമൽ ലോസ് എന്ന് പറയുന്നത് 100 യൂണിറ്റാണ്. നോർമൽ ലോസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. 100 യൂണിറ്റാണ് പോയതിന് ശേഷം ബാക്കി 900 യൂണിറ്റ് ഉണ്ട്. അഥവാ നോർമൽ കോസ്റ്റ് 14,400 നോർമൽ യൂണിറ്റ്സ് 900. സോ 14,400 നിങ്ങൾ ഈ ഒരു പ്രോസസ് എക്സ് അക്കൗണ്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഏരിയ ഒന്ന് നോക്കുക. 14,400 900 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഇൻറ്റു 50. കാരണം അബ്നോർമൽ ലോസ് സംഭവിച്ചിരിക്കുന്ന യൂണിറ്റ്സ് 50 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ 50 കൊടുക്കുമ്പോൾ നമുക്ക് 800 കിട്ടുന്നു. സോ 14,400 ഡിവൈഡ് ബൈ 900 ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 800. ആ 800 കണ്ടുപിടിച്ചിട്ടാണ് പ്രോസസ് എക്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അബ്നോർമൽ ലോസിന് നേരെ 800 രൂപ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിന് ശേഷം നമുക്ക് കിട്ടുന്ന ബാലൻസ്, പ്രോസസ് എക്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് 13,600 എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ എത്ര യൂണിറ്റ് അവിടെ ഉള്ളൂ? മൊത്തം 1000 യൂണിറ്റ് ഉണ്ടായിരുന്നു. നോർമൽ ലോസ് 100 യൂണിറ്റിൽ സംഭവിച്ചു. ദെൻ 900 യൂണിറ്റ്. അതിനുശേഷം അബ്നോർമൽ ലോസ് 50 യൂണിറ്റ് സംഭവിച്ചു. ദെൻ 850 യൂണിറ്റ് അവിടെ ഉള്ളൂ. 850 യൂണിറ്റിൻ്റെ കോസ്റ്റാണ് 13,600 എന്ന് പറയുന്നത്. പ്രോസസ് എക്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോൾ അറിയാം. ഓക്കെ, 13,600 ആണ്. സോ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 13,600 850 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 16 ആണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അപ്പം നമുക്കറിയാം അബ്നോർമൽ ലോസ് പ്രോസസ് എക്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നു. സോ അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ പ്രോസസ് എക്സ് എന്ന് അതേ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അഥവാ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. ആ 50 യൂണിറ്റ് 800 രൂപ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് 6 രൂപ നിരക്കിലാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവിടെ 50 യൂണിറ്റിനാണ് ലോസ് സംഭവിച്ചിരിക്കുന്നത്, അബ്നോർമൽ ലോസ് സംഭവിച്ചിരിക്കുന്നത്. സോ 50 രൂപയിൽ 6 രൂപ, 50 യൂണിറ്റിൽ 6 രൂപ നിരക്കിൽ 50 ഗുണം 6 നമുക്കിവിടെ 300 രൂപ കിട്ടുന്നുണ്ട്. 300 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ആ 300 പോയതിന് ശേഷം ബാലൻസ് ഉള്ളത്, അഥവാ 800-ൽ 300 പോയതിന് ശേഷം ബാലൻസ് ഉള്ളത് 500 ആണ്. ആ 500 എന്ന് പറയുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിയാത്ത വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആയിട്ട് കാണിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ബിക്കോസ് വി കാനോട്ട് ടാലി ഇറ്റ്. നമുക്കത് എന്ത് ചെയ്യുന്നില്ല, ടാലിയാക്കാൻ കഴിയുകയില്ല. കാരണം എന്താണ്, 50 യൂണിറ്റ്സിന് 6 രൂപ നിരക്കിൽ 300 രൂപ മാത്രമേ നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. 800 രൂപയിൽ 300 പോയി കഴിഞ്ഞാൽ ബാക്കി 500 രൂപ നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഥവാ ലോസ് ആയിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് അവിടെ കാണിക്കുന്നു. അഥവാ ഇനി നോർമൽ ലോസ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള വാല്യൂസ് ഒന്നുമില്ല. 100 യൂണിറ്റ് ആണെങ്കിൽ 100 യൂണിറ്റിനും 6 രൂപ നിരക്കിൽ 600 രൂപയും നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ ബാലൻസ് കാര്യങ്ങൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പരിശോധിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.